ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു പേഴ്സണലി ഒരു ഫീൽ ചെയ്യില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. വെറുതെ ചുമ്മാ റാൻഡംലി ഇട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഇന്നലെ കണ്ട ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കണ്ട ഒരു ന്യൂസാണ് എനിക്കിന്ന് ഇങ്ങനൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ടോക്ക് നടത്താനൊരു തോന്നൽ വരാൻ കാരണം. ഓൾറെഡി ഞാൻ പലപ്പോഴും സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പല മനുഷ്യന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല അവസ്ഥകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും പല വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇന്നലെ കണ്ട വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുതിരവട്ടം അടങ്ങുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് 170 സംതിങ്, കറക്റ്റ് നമ്പർ ഓർമ്മയില്ല, പക്ഷെ 170 സംതിങ്ങോളം ആൾക്കാർ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുണ്ടെന്ന്. അവർ ഡിസ്ചാർജ് ചെയ്യാൻ മാത്രം അവർ ഓക്കെ ആയി, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഹീലായി, പക്ഷേ അവർ ക്യൂറായി. പക്ഷെ സ്റ്റിൽ അവർ തിരിച്ചു വിളിക്കാൻ വീട്ടുകാരില്ല. അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വീട്ടുകാരോ കൊടുത്ത അഡ്രസ്സ് ശരിയല്ല, അല്ലെങ്കിൽ തെറ്റായ അഡ്രസ്സ് ആവണം, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത് ട്രൈ ചെയ്യുന്ന നമ്പർ, കോണ്ടാക്ട് ചെയ്യാൻ കൊടുത്ത നമ്പേഴ്സ് കറക്റ്റ് ആവണമെന്നല്ല. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായി. അപ്പം അങ്ങനെ കുറേ മനുഷ്യന്മാർ ഇപ്പം ഇതുപോലത്തെ കേരളത്തിലുടനീളമുള്ള തൃശ്ശൂരായിക്കോട്ടെ, തിരുവനന്തപുരത്തായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, പല മാനസികാരോഗ്യ കേന്ദ്രങ്ങളും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടെന്നാണ് പത്രത്തിൽ വായിച്ചറിഞ്ഞത്. അപ്പം അന്നേരം മുതൽ ഞാൻ ചിന്തിക്കുന്നത്, എന്താ അവസ്ഥയായത്? നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്കൊന്നും ആരും സംസാരിക്കാനില്ലേ? നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ? കാരണം ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ജെൻഡർ റിലേറ്റഡ് ആയിട്ടും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടും. അതെല്ലാം മസ്റ്റായിട്ടും വേണം. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഡിസേർവ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ഫൈറ്റ് വേണമെങ്കിലും ചെയ്യാൻ എല്ലാവരും വില്ലിങ് ആവുന്നതിൽ എനിക്കൊരുപാട് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ബട്ട് സ്റ്റിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ എന്തായാലും ഇല്ലാത്ത. കാരണം ഒരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ആൾക്കാരൊന്നും സംസാരിക്കാനില്ല? അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അവരെ ചികിത്സിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല? എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ഇഷ്യൂ ആണെങ്കിൽ വഷളായി വരിക, അഡൽട്ട്സിൻ്റെ നടുവിലാണെങ്കിൽ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സിൻ്റെ നടുവിലാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര വേഴ്സായിട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെറിയ സിറ്റുവേഷൻസിലും പെട്ടെന്ന് പിള്ളേർ ട്രിഗേർഡ് ആവുകയും അൺകംഫർട്ടബിൾ ആവുകയും പെട്ടെന്ന് സൂയിസൈഡ് റേറ്റ് വരെ കൂടി വരുന്ന സമയമാണ്. പക്ഷെ എന്നിട്ടും ആൾക്കാർ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യമായിട്ട് കാണുന്നില്ല, മൈൻഡിനോ കാര്യമായ രീതിയിൽ കാണുന്നില്ല. മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ആരെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരെ പിൻവലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട, നീ പോകണ്ട, നീ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും പോകണ്ടെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നും ശരിയാണ് വേണ്ടെന്ന്. പക്ഷെ എന്നാലും ഇതൊരു ശരിയായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പോകണേ. സ്ഥിതി വളരെ വഷളായി പോകണമെന്നൊക്കെ പേഴ്സണലി ഫീൽ ചെയ്യാം. ഇപ്പം കളക്ടർമാരുടെ പേജിലും അല്ലെങ്കിൽ പോലീസിൻ്റെ പേജിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, സഹായത്തിന് നമ്മളുണ്ടെന്നും പറഞ്ഞിട്ടുള്ള പോസ്റ്റും സാധനങ്ങളെല്ലാം ഉണ്ട്, സമ്മതിക്കുന്നു. ആ പോസ്റ്റ് മാത്രം മതിയോ? ഇങ്ങനത്തെ അപകടങ്ങളിൽ മാത്രമേ മനുഷ്യന്മാർക്ക് മാനസിക പ്രശ്നമുള്ളൂ. അതല്ലാത്ത സമയത്തുള്ള മനസ്സിൻ്റെ ബുദ്ധിമുട്ടും മാനസിക പ്രശ്നങ്ങളല്ലേ? പോട്ടെ, ഈ സമയത്ത് തന്നെ ഈ പറയുന്ന വിളിക്കുന്ന എല്ലാവർക്കും കൃത്യവും അവർക്ക് ആവശ്യത്തിനുള്ള ഹെൽപ്പ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അത്ര ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്വന്തം വീട്ടുകാരോട് പോലും പറയാണ്ട് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പം എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന അത്ര കുട്ടികളുണ്ട്, അത്ര മക്കളുണ്ട്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണെന്നില്ല, അതിപ്പം അഡൾട്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ സ്വന്തമായിട്ട് ജോലിയുള്ളവർ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് ജോലിയുള്ളത് കൊണ്ട് പാരൻസ് പോലും അറിയാണ്ട്, ഫ്രണ്ട്സ് പോലും അറിയാണ്ട് സീക്രട്ടായിട്ട് എന്തോ ഒരു കൊലക്കുറ്റം ചെയ്യുന്നത് പോലെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതൊക്കെ ആയിട്ടുള്ള പല സ്റ്റോറീസും ഞാൻ പല റിയൽ ലൈഫിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ സങ്കടം വരും. എന്തുകൊണ്ടാണ് ഈ നമ്മളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ ചികിത്സിക്കുന്നവർക്ക് വേണ്ടിയിട്ടും എൻ്റെ ആൾക്കാർക്ക് സംസാരിക്കാൻ തോന്നാത്തത്? എന്താ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ തോന്നാത്തത്? എന്താ അതൊരു ചർച്ചാ വിഷയമാവുന്നില്ല? അതല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ചിലപ്പോൾ ഒരു ചാനൽ ചർച്ച ഉണ്ടാവും, കഴിഞ്ഞ് അവിടെ തീർന്നു, പിന്നെ അതിനപ്പുറത്തോട്ട് ആർക്കും ഒന്നും ഒരു വിഷയമല്ല.
ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡേഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. അത് കാസ്റ്റ് ബേസിലായിക്കോട്ടെ, ജെൻഡറിൻ്റെ ബേസിലായിക്കോട്ടെ, മെൻ്റൽ ഹെൽത്തിൻ്റെ ഇതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡേഴ്സ് പോലത്തെ പല മേർഡേഴ്സും സംഭവിക്കുന്നുണ്ട്. പലതും സൂയിസൈഡാണ്, പക്ഷേ സൂയിസൈഡ് അല്ലാത്ത മേർഡേഴ്സ് പലതും ഉണ്ടാകുന്നുണ്ട്. എന്തേ ഇതൊന്നും ആയിരിക്കും ഒരു വിഷയമല്ലേ? ഈ വിഷയത്തിൻ്റെ സമയത്തെല്ലാം കുറച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച് വരും, അത് കഴിഞ്ഞാൽ പിന്നെയും തീർന്നു, ചർച്ച അവിടെ അവസാനിച്ചു. പക്ഷേ ആത്മഹത്യയും ജീവിതവും മരണവും അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിലും, ഒരാൾ പെട്ടെന്ന് ഒരു ഇമ്പൾസീവായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും കൂടുതൽ കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ പലതും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും മെൻ്റലി ആ ഒരു ഹെവി സിവിയർ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചോട്ടാണ്. എസ്കേപ്പ് മെക്കാനിസം ആണ്. പക്ഷേ എസ്കേപ്പ് മെക്കാനിസം ആണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ സെൽഫ് ഹാം ടെൻഡൻസീസ് ഒക്കെ ഉള്ളതല്ല. പലരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തന്നെ. അവരൊക്കെ അറ്റൻഷൻ സീക്കേഴ്സായിട്ട് നിങ്ങൾ എന്തിനു കാണുന്നത്? അതേപോലെ ഈ പറയുന്ന നമ്മളുടെ കാര്യം പറയാൻ പിന്നെ ചിലരെങ്കിലും സൈക്കോളജിസ്റ്റുകളെങ്കിലും ഉണ്ട്. നമ്മളെപ്പോലെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് സംസാരിക്കാനും പറയാനും കുറച്ച് ആൾക്കാരുണ്ട്. അതിലും മിക്കവാറും സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും തന്നെ വരും. പക്ഷേ ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും പ്രശ്നം ആരോട് പറയും? ഇവരെന്തോരം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഈ ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ജോലികളിലൊന്ന് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കേൾക്കേണ്ടത് മൊത്തം മറ്റുള്ള ആൾക്കാരുടെ അത്രയും വൾണറബിൾ ഫേസിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും, ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും കേൾക്കേണ്ടതും കാണേണ്ടതുമായിട്ട് വരുന്നുണ്ടാവുക. അപ്പം അത് സ്വന്തം പേഴ്സണൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യാണ്ട് പ്രൊഫഷണലി മാത്രം കീപ്പ് ചെയ്തിട്ട് ഇവർക്ക് ഇവരുടേതായ പേഴ്സണൽ ഇഷ്യൂസ് വേറെ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പം ADHDക്കോ അല്ലെങ്കിൽ ഡിപ്രഷനോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന് അങ്ങനെ മരുന്ന് പിടിക്കേണ്ടി വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വരും.